ഏറെ പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം അതിഗൗരവമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ സാധിക്കണം. എല്ലാ മതഭീകരതകളും നാടിന് ആപത്താണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പോരാടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമ്മളിവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വളരെ വർഷങ്ങളായി ഈ വാക്ക് കേരളീയ സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും ലോകത്തിലുമെല്ലാം തന്നെ പരിചിതമായ ഒരു വാക്കാണ്. യൂറോപ്പിൽ ആവിഷ്കരിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങളെ തുടർന്ന് അതിനൊന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുമ്പോൾ ആദ്യം പരാമർശിക്കപ്പെടുന്ന ഒരു പേരുണ്ട്. അത് രാജാറാം മോഹൻ റായ് ആണ്. നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. സതി എന്ന് പറയുന്ന ഒരു ദുരാചാരം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിനകത്ത് ഈ നവോത്ഥാന പ്രവർത്തനങ്ങൾ എല്ലാ രംഗത്തുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്തുണ്ട്, ആരോഗ്യ രംഗത്തുണ്ട്, തൊഴിലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്ന നാടാണ് നമ്മുടെ നാട്. അതിലേറ്റവും ബേസിക്കായി അടിസ്ഥാനപരമായി വിദ്യാഭ്യാസപരമായ നവോത്ഥാനങ്ങളാണ് ഈ നാടിനെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പം നമുക്കെല്ലാവർക്കും കൂടിയിരിക്കാൻ കഴിയുന്നത് വിശിഷ്യ സ്ത്രീകൾക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കും സമൂഹത്തിലെ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാൻ കഴിയാവുന്ന രൂപത്തിലേക്കും അവരെ പ്രാപ്തമാക്കിയത് വിദ്യാഭ്യാസമാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്നുള്ള മുദ്രാവാക്യം കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഉയർത്തിവിട്ടപ്പോൾ ശ്രീമാനാണ് ഗുരുവായിരുന്നു. പക്ഷെ ശ്രീമാനാണ് ഗുരുവ് നവോത്ഥാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാലത്ത് തന്നെയാണ് നേരത്തെ പരാമർശിക്കപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവിയും കേരളത്തിലെ മുസ്ലിം ഐക്യസംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായി രംഗത്ത് വന്നത്. ഈ രണ്ടാളുകളും ഏറ്റവും പ്രധാനമായും സൂചിപ്പിച്ച കാര്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ്. കേരളീയ സമൂഹത്തിൽ നമുക്കറിയാം, പഴയ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തിനകത്ത് ഉന്നതിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് മാത്രം പ്രാപ്യമായിരുന്ന ഒന്നായിരുന്നു. ജാതിയിൽ താഴ്ന്നവന് വിദ്യ അഭ്യസിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണം എന്ന് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാ ജാതിക്കകത്തും, ഈ കേരളീയ സമൂഹത്തിനകത്ത് എല്ലാ ജാതി അവാന്തരവിഭാഗത്തും മതവിഭാഗത്തിനകത്തും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ചിന്തകളും ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായുള്ള വലിയ മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിനുണ്ടായി. പക്ഷേ അക്കാലപ്പം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. സ്ത്രീകൾ വിദ്യാലയത്തിനകത്തേക്ക് പോകേണ്ട ഒരുപാട് അതിനുള്ള മതിലുകൾ സൃഷ്ടിക്കപ്പെട്ട കാലം. അതിനെയെല്ലാം ഭേദിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിനകത്ത് വിദ്യ അഭ്യസിക്കുന്നതിനായി സ്ത്രീകളെ പ്രാപ്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് എല്ലാ രംഗത്തും എല്ലാ നിലയിലും സ്ത്രീകൾ ഔന്നത്യത്തിലെത്തുന്ന സാഹചര്യമുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഏറെ അഭിമാനം തോന്നി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പറയുന്ന വാക്കുകൾ വളരെ ആവേശവും സാധാരണ നമ്മൾ രോമമൊക്കെ എടുത്തു പിടിച്ചു നിൽക്കുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പെൺകുട്ടി പറയുമ്പോൾ, ഈ പെൺകുട്ടിയാണ്, അതൊരു മുസ്ലിം പെൺകുട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിനകത്തുണ്ടാകുന്ന ഒരു പ്രേരണ എന്താണ്? തീർച്ചയായിട്ടും ഈ ഒട്ടേറെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ ശ്രമത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജാതിയിൽ ഈ താഴ്ന്നവനായ ഒരു പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിദ്യ അഭ്യസിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി സ്കൂളിൽ പോയതിൻ്റെ ഭാഗമായി കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം അടച്ച് അല്ലെങ്കിൽ തല്ലി തകർത്ത സംഭവം കേരളത്തിലുണ്ട്. അവിടെയാണ് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവ് പറഞ്ഞത്, ഞങ്ങളെ കുട്ടികളെ വിദ്യ അഭ്യസിച്ചില്ലെങ്കിൽ നാളെ പാടത്ത് കന്നുപൂട്ടുവാൻ, പാടത്ത് നെല്ല് കൊയ്യുവാൻ ഞങ്ങൾ വരില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയുള്ള എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നാട് ഇങ്ങനെയായി മാറിയത്. പക്ഷേ അങ്ങനെ നാടിനകത്ത് നവോത്ഥാന മൂല്യങ്ങളുടെ ഉന്നതിയിലേക്ക് എത്തിയ നാട് വീണ്ടും പുറകോട്ട് നയിക്കപ്പെടുന്ന ശ്രമം ഉണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് മനുഷ്യനെ ബലിയർപ്പിക്കുന്ന സാഹചര്യം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലുണ്ടായത്. നേരത്തെ പ്രസംഗത്തിനകത്ത് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരിച്ചു കൊണ്ടുവന്ന് അതിർപ്പിലേക്കുള്ള ദിവ്യാത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദിവ്യന്മാരായി മാറിക്കൊണ്ട്
സമൂഹത്തിനകത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിനകത്തുണ്ട്. ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അത്തരത്തിലേക്കുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ അവർക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം. ഈ നാടിനകത്ത് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നതിന് നാട്ടിലൂടെ നടക്കാൻ കഴിയാത്ത കാലത്ത് അവരെ നാട്ടിലൂടെ നടക്കുന്നതിനാവശ്യമായ വഴിമടക്കുന്നതിനാവശ്യമായ കാലം ഉണ്ടാക്കിയ നാടാണ് കേരളം. ഹിന്ദു വിഭാഗത്തിനകത്ത് ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവന് ക്ഷേത്രത്തിൽ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത കാലത്ത് ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈക്കത്തമ്പലത്തും ഗുരുവായൂരമ്പലത്തിലും സമരം നടത്തിയ നാടാണ് നമ്മുടെ നാട്. ഇത്യാദിയുള്ള ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അത് നവോത്ഥാന മൂല്യങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് നടന്ന നാടാണ് നമ്മുടെ നാട്. അതിലേറെ നമുക്ക് നമ്മുടെ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഈ പ്രവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ മാറ്റം, സമൂഹത്തിലെ ജനങ്ങളെ ജീവിക്കുന്നതിനാവശ്യമായ ത്രാണി ഉണ്ടാക്കാൻ, ബേസിക്കായി അവരെ ജീവിതത്തിലെ നടു നിവർത്തി നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് അത്തരം പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ മാറ്റം. അതിൻ്റെ ഭാഗമായി തൊഴിലിൽ വന്ന മാറ്റം, ആരോഗ്യരംഗത്ത് വന്ന മാറ്റം, എത്ര സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു. പക്ഷെ ഇന്നും നമ്മുടെ നാടിനകത്ത് ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ, പ്രസവവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി. എത്ര മിടുക്കികളായ ഡോക്ടർമാർ നമ്മുടെ കേരളീയ സമൂഹത്തിനകത്തുണ്ട്. കാരണം ശാസ്ത്രീയമായ ചിന്തക്കകത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച ആശയം വളരെ പ്രബുദ്ധമായ ആശയമല്ലേ. പഴയകാലത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ ഒക്കെ അറബി സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള എത്രയോ ആളുകളെ ഈ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പഠിക്കാറുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലിയെ, സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലിയെ പ്രചോദിപ്പിച്ചത് ഈജിപ്ഷ്യൻ ആശയങ്ങളായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രപ്പിലേക്കുള്ള ജ്ഞാനത്തെ, അറിവിനെ സമ്പാദിക്കുന്ന രൂപത്തിലേക്കുള്ള വിപുലമായ വായന ഉയർന്നു വരാൻ വേണ്ടി സാധിക്കണം. പക്ഷെ ഒരു കാര്യം കൂടി പരാമർശിക്കപ്പെടാതെ പോകാൻ വയ്യ. നമ്മുടെ സമൂഹത്തിനകത്ത് കാർന്നു വിന്നുന്ന പ്രശ്നങ്ങൾ, ഒട്ടനവധി ലഹരി, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒരു ഭാഗത്ത് വിപത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലഹരി തിന്മയുടെ ഭാഗമാണ്. ആ തിന്മയ്ക്കെതിരായി നന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട്, കാവലാളയം നിന്നുകൊണ്ടുള്ള ലഹരിയെ നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കണം. വായനയെ നമുക്ക് മുന്നോട്ട് ഉണ്ടാക്കിക്കൂടെ? അറിവ് ആർജിക്കുക എന്നുള്ള ലഹരിയെ നമുക്ക് ഉൾക്കൊണ്ടുകൂടെ? എത്രമാത്രം അനന്തമാണ് അറിവിൻ്റെ ലോകം. ആ ലോകത്തേക്ക് എത്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടേ? ആ സാധിക്കുന്നതിനാവശ്യമായ രൂപത്തിലേക്ക് ഈ സമൂഹത്തിലെ കുട്ടികളെ പ്രാപ്തമാക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളെ പ്രാപ്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുക എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നാം ചെയ്യേണ്ടത്. നമുക്കറിയാം, പുളിക്കയെ സംബന്ധിച്ച് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം, അറബിക് കോളേജും സ്കൂളുമൊക്കെയുള്ള മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അക്കാലഘട്ടത്തിൽ പഴയ കാലത്ത് ഉയർന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ നമ്മുടെ നാടിനകത്ത് ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ പരേതനായ ശ്രീ കാദറാജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നാടിനകത്ത് ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ്. ബാസൽ മിഷന്റെ സ്ഥാപനം വന്ന, അല്ലെങ്കിൽ SNDPയുടെ ഭാഗമായി വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേരളീയ സമൂഹത്തിനകത്ത് യോഗക്ഷേമ സഭയുടെ ഭാഗമായ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിനകത്ത് വന്നത് ആ ഓരോ സമുദായവും കണ്ടത് സാമൂഹ്യ നവോത്ഥാനത്തിനകത്ത് പങ്കെടുക്കാൻ സാധിക്കണം എന്നുള്ളത് കണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ വിധിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. പ്രബുദ്ധരായ ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കണം. അതിനാവശ്യമായ ശ്രമങ്ങൾക്കകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതിനെ കുട്ടികളെ തെറ്റിലേക്ക് നയിക്കാതിരിക്കാനുള്ള കാര്യം വേണം. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ലോകത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രകാരനായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി. ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രമാണ് മൊണാലിസ. മൊണാലിസയ്ക്ക് ശേഷം ഡാവിഞ്ചി വരച്ച ചിത്രമാണ് ലാസ്റ്റ് സപ്പർ എന്ന അവസാന പത്താഴം. മൊണാലിസ വരച്ച ഡാവിഞ്ചിക്ക് ഈ ചിത്രം വരയ്ക്കുമ്പോൾ തൻ്റെ മനസ്സിലൊരു പ്രതീകം വേണം, സിമ്പിൾ വേണം. എല്ലാം സിമ്പിൾ ഉണ്ടായിക്കൊള്ളുമെന്നില്ല. അവസാനത്തെ കഥയാണ്. അവസാന ലാസ്റ്റ് സപ്പർ വരയ്ക്കാൻ വേണ്ടി ജൂദാസിൻ്റെ ഒരു മുഖം സിമ്പിളായി വേണം. എവിടെയും അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. അവസാനം ഒരു ജയിലിൽ നിന്നുകൊണ്ടാണ് ജൂദാസിന് സമാനമായ ഒരാളെ കൊണ്ടുവന്ന് ഈ ഡാവിഞ്ചിയുടെ മുമ്പിൽ വെക്കുന്നത്. ഡാവിഞ്ചി ചിത്രം വരയ്ക്കുമ്പോൾ ഇയാളുടെ അവസാനം കരയുകയാണ്. കണ്ണിൽ നിന്നും കണ്ണീര് വീഴുമ്പോൾ എന്താണ് കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ്, പണ്ട് നിങ്ങൾ ഉണ്ണി യേശു ചിത്രം വരച്ചപ്പോൾ എന്നെയാണ് കൊണ്ടുപോകുന്നത് കുട്ടിയായിരിക്കുമ്പോൾ. ആ കുട്ടിയായിരുന്ന അയാൾ പിന്നീട് ജയിലിനകത്ത് രൂപത്തിലേക്കുള്ള ഒരു മാറ്റത്തിന് വിധേയമായി എന്ന് പറഞ്ഞാൽ, സാധാരണയായി ഈ ഹോജിമിൻ പറഞ്ഞ വാക്കുണ്ട്, ഈ ജനിക്കുന്ന കുട്ടിക്കും മൃതദേഹത്തിനും മാത്രമേ തെറ്റ് പറ്റാത്തതുള്ളൂ എന്ന്. ജനിക്കുന്ന എല്ലാ ശിശുക്കളും അവർ നല്ല കുട്ടികളാണ്. പക്ഷേ ആ കുട്ടികളെയെല്ലാം തന്നെ പലപ്പോഴും തിന്മയുടെ പക്കലേക്ക് എത്തിക്കുന്നത്
ഇവിടെ നമ്മൾ പിടിക്കപ്പെടുന്ന കേസുകളിലൊക്കെ തന്നെ ലഹരിയുടെ പക്കലിലേക്ക് എത്തുന്നത് മദ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ വിപത്തായി മാറുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്ക് മുതലേക്ക് എത്തുന്നത് ആ സമൂഹമാണ്. അതുകൊണ്ട് സമൂഹം നന്നായി മുന്നോട്ട് നയിക്കാൻ വേണ്ടി സാധിക്കണം, നമുക്ക് മാതൃകയാകാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് ഓരോ ആളുകളും സമൂഹത്തിന് മാതൃകയാകുമ്പോഴാണ് ആ മാതൃക കുട്ടികൾ അനുകരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. ആ രൂപത്തിലേക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ചെറിയ കുട്ടി ഉണ്ണി യേശുവായി വരയ്ക്കപ്പെട്ട ചിത്രക്കുട്ടി പിന്നീട് കുറ്റവാളിയായി മാറുന്ന രൂപത്തിലേക്കുള്ള ചിത്രമുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. നമ്മുടെ സമൂഹം അറിവിൻ്റെ അനന്തമായ വിഹായുസിലേക്ക് ഇനിയും മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രാപ്യമാകാൻ കഴിയണം. ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ അതുല്യമാണ്. എല്ലാ സയൻറ്റിഫിക് നേട്ടങ്ങളും AI ലോകത്തേക്ക് പോലും അത്രയ്ക്കധികം നമ്മളെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിൽക്കുമ്പോൾ അതിനെയെല്ലാം അറിയുവാനും ആ അറിവിലൂടെ തിരിച്ചറിവുണ്ടാകുവാനും സാധിക്കണം. അറിവ് മാത്രമല്ല, ആ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റിക്കൊണ്ട് ഈ സമൂഹത്തിനകത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും മാനവികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണയെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെയൊക്കെ എത്രയോ കഥകൾ, പ്രവാചക കഥകളൊക്കെ തന്നെ അല്ലെങ്കിൽ അറബി കഥകളിലൊക്കെ തന്നെ പലപ്പോഴും പഠിക്കപ്പെടുന്നുണ്ട്. ഈസോപ്പ് കഥകൾ പോലെ, ഒട്ടേറെ പഞ്ചമന്ത്രം കഥ പോലെ ഒരുപാട് കഥകൾ, പുരാണ കഥകളിലൊക്കെ തന്നെയുള്ള സാരാംശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യൻ്റെ ഏറ്റവും മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചു മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ആ മാനവിക ബോധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നവോത്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനങ്ങൾ, യോജിപ്പുകൾ ഏറ്റവും അനുകരണീയമാണ്. തീർച്ചയായും മനുഷ്യൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യത്തിനകത്തുള്ള ഭീകരവാദികളെല്ലാം അക്രമമുണ്ടാകുമ്പോൾ അതിനെയെല്ലാം നേരിടാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ഐക്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭീകരതകളെയും രാജ്യത്തിന് അപകടമാണ്. ഈ നാടിനകത്ത് സമാധാനപൂർണ്ണമായി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും അതിനാവശ്യമായ യോജിപ്പുകൾ, മനുഷ്യൻ്റെ യോജിപ്പുകൾ ഈ നാടിനകത്തുണ്ടാകണം. തീർച്ചയായും അതിന് നവോത്ഥാന മൂല്യങ്ങളെ വീണ്ടും വീണ്ടും നാം ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുവെച്ചാൽ പുറകോട്ടുള്ള പോക്ക് ഇന്ന് ഇങ്ങനെ പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. നേടിയ നേട്ടങ്ങളെയെല്ലാം തന്നെ പുറകോട്ട് നയിക്കാൻ ആര് ശ്രമിച്ചാലും ശരി, അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യൻ്റെ കരുത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോളിയൻ്റെ അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യനിലാണ് വിശ്വാസം. ആ മനുഷ്യൻ്റെ വിശ്വാസം എക്കാലവും നിലനിർത്തിക്കൊണ്ട് ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിനുള്ള മാനവ ഐക്യത്തിൻ്റെ വേദികളായി ഇത്തരം സമ്മേളനങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം സിദ്ധിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധ ഈ സമ്മേളനത്തിന് ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ.